നമസ്കാരം. എല്ലാവർക്കും മലമ്പുഴ IT-യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ 4th സെമസ്റ്ററിൽ പഠിക്കുവാനുള്ള പവർ താരിഫിനെ കുറിച്ചാണ്. എന്താണ് താരിഫ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. The rate at which electrical energy is supplied to a consumer is called tariff. A tariff should include the total cost of producing and supplying the electrical energy plus profit. അതായത് കൺസ്യൂമേഴ്സിന് ഏത് നിരക്കിലാണ് ഇലക്ട്രിക്കൽ എനർജി നൽകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന പേരാണ് താരിഫ്. പല തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും. ഉദാഹരണമായി അഗ്രികൾച്ചർ കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും. ഇവർക്കെല്ലാം ഒരേ നിരക്കിലായിരിക്കുകയില്ല ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്നത്. ഒരു താരിഫിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 പോയിന്റാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി അറ്റ് ദ പവർ സ്റ്റേഷൻ. ഒരു പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ കോസ്റ്റ് റിക്കവർ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് റിക്കവറി ഓഫ് കോസ്റ്റ് ഓൺ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെയും ക്യാപിറ്റൽ കോസ്റ്റ് റിക്കവർ ചെയ്യുക. റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും തിരിച്ചെടുക്കുക. കൂടാതെ റിക്കവർ എ സ്യൂട്ടബിൾ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. മൂലധനത്തിന് ഒരു നിശ്ചിത ശതമാനം ലാഭം എടുക്കുക എന്നിവയെല്ലാം താരിഫിന്റെ ഉദ്ദേശങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്നത്. പല ഇലക്ട്രിസിറ്റി ബോർഡുകളും പല രീതിയിലുള്ള താരിഫാണ് പിന്തുടർന്നു പോരുന്നത്. ഉദാഹരണമായി പല രീതിയിലുള്ള താരിഫ് നിലവിലുണ്ട്. സിമ്പിൾ താരിഫ്, ഫ്ലാറ്റ് റേറ്റ് താരിഫ്, ബ്ലോക്ക് റേറ്റ് താരിഫ്, 2 പാർട്ട് താരിഫ്, മാക്സിമം ഡിമാൻഡ് താരിഫ്, പവർ ഫാക്ടർ താരിഫ്, 3 പാർട്ട് താരിഫ് മുതലായവ. ഓരോ ഇലക്ട്രിസിറ്റി ബോർഡും അവർക്ക് അനുയോജ്യമായ താരിഫാണ് സ്വീകരിക്കുന്നത്. ഈ താരിഫിന്റെ അടിസ്ഥാനത്തിൽ എനർജി കോസ്റ്റ് വേരിയേഷൻ വരുന്നു. താരിഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ് താരിഫ്, എന്താണ് താരിഫിന്റെ ഒബ്ജക്റ്റീവ്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള താരിഫാണ് നിലവിലുള്ളത് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. അടുത്തതായി ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് സപ്ലൈ സിസ്റ്റം. കണക്റ്റഡ് ലോഡ്. It is the sum of continuous rating of all the equipment connected to the supply system. ഒരു സപ്ലൈ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആകെ ലോഡിന് പറയുന്ന പേരാണ് കണക്റ്റഡ് ലോഡ് ഓഫ് ദ സപ്ലൈ സിസ്റ്റം. ഒരു കൺസ്യൂമറിന്റെ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസ്യൂമറിന്റെ പ്രമിസസിൽ ഘടിപ്പിച്ചിട്ടുള്ള ടോട്ടൽ ലോഡാണ് ആ കൺസ്യൂമറിന്റെ കണക്റ്റഡ് ലോഡ്. എല്ലാ കൺസ്യൂമേഴ്സിന്റെയും കണക്റ്റഡ് ലോഡ് ചേർന്നതാണ് ഒരു പവർ സ്റ്റേഷനിൽ കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റഡ് ലോഡ്. അടുത്തത് മാക്സിമം ഡിമാൻഡ്. It is the greatest demand of load on the power station during a
given period. എന്താണ് മാക്സിമം ഡിമാൻഡ്? മാക്സിമം ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന പരമാവധി ലോഡിന് പറയുന്ന പേരാണ് മാക്സിമം ഡിമാൻഡ്. ഈ മാക്സിമം ഡിമാൻഡ് പവർ സ്റ്റേഷനിൽ ഓരോ സമയത്തും വാരി ചെയ്തുകൊണ്ടേയിരിക്കും. The maximum of all demand that have occurred during a given period is the maximum demand. The knowledge of maximum demand is very important as it helps in determining the installed capacity of the installation. ഒരു പവർ സ്റ്റേഷൻ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ മാക്സിമം ഡിമാൻഡ് നോക്കിയിട്ടാണ് അതിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, ഡിമാൻഡ് ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡ്. ദ വാല്യൂ ഓഫ് മാക്സിമം ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡും കണക്റ്റഡ് ലോഡും തമ്മിലുള്ള റേഷ്യോവിന് പറയുന്ന പേരാണ് ഡിമാൻഡ് ഫാക്ടർ. ഈ ഡിമാൻഡ് ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും 1 കുറവായിരിക്കും. കാരണം ഒരു പവർ സ്റ്റേഷൻ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കണക്റ്റഡ് ലോഡും ഒരേ സമയത്ത് ഓൺ ആക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിനേക്കാളും കുറവായിരിക്കും. അത് കാരണം കൊണ്ടാണ് ഡിമാൻഡ് ഫാക്ടർ 1 കുറയാനുള്ള കാരണം. Average demand. The average of load occurring on the power station in a given period is known as average demand or average load. ഒരു നിശ്ചിത ടൈം പീരിയഡിൽ ഒരു പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ശരാശരി ലോഡിന് പറയുന്ന പേരാണ് ആവറേജ് ഡിമാൻഡ്. ഈ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം. ദിവസത്തിലുള്ള ആവറേജ് ലോഡ് നമ്മൾ ഡെയിലി ആവറേജ് ലോഡ് എന്ന് പറയും. ഡെയിലി ആവറേജ് ലോഡ് കിട്ടാൻ വേണ്ടി നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഡേ ഡിവൈഡഡ് ബൈ 24 ചെയ്താൽ മതി. മന്ത്ലി ആവറേജ് ലോഡ് നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ മന്ത് പെർ നമ്പർ ഓഫ് ഹവേഴ്സ് ഇൻ എ മന്ത്. ഇയർലി ആവറേജ് ലോഡ് നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ 8760 hours. Load factor. The ratio of average load to maximum demand during a given period is known as load factor. ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡും തമ്മിലുള്ള റേഷ്യോയിന് പറയുന്ന പേരാണ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ ഈസ് ആൾവേസ് ലെസ് ദാൻ യൂണിറ്റി. The load factor plays an important role in determining the overall cost per unit generator. Overall cost നിശ്ചയിക്കുന്നതിൽ ലോഡ് ഫാക്ടറിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഹയർ ദി ലോഡ് ഫാക്ടർ ഓഫ് ദ പവർ സ്റ്റേഷൻ ലെസർ വിൽ ബി ദ കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റർ. ലോഡ് ഫാക്ടർ കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയുന്നു. Next, diversity factor. The ratio of the sum of individual maximum demand to the maximum demand on power station is known as diversity factor. Sum of individual maximum demandും മാക്സിമം ഡിമാൻഡും ഉണ്ട് പവർ സ്റ്റേഷൻ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. എന്താണ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്? ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡ്, അതാണ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്. അത് കണക്റ്റഡ് ലോഡ് ആയിരിക്കുകയില്ല. മാക്സിമം ഡിമാൻഡ് ഉണ്ട് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റേഷൻ ഉണ്ടാകുന്ന മാക്സിമം പരമാവധി ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡ്, അതാണ് മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ. The diversity factor is greater than unity. The greater the diversity factor, the lesser is the cost of generation of power. ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുമ്പോൾ ജനറേറ്റിംഗ് കോസ്റ്റ് കുറയുന്നു.
അടുത്തതായി പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ടു ദ maximum possible energy that could have been produced during a given period. അതായത് ഒരു പവർ സ്റ്റേഷൻ്റെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പീരിയഡിൽ ആ പവർ സ്റ്റേഷൻ ഉൽപ്പാദിപ്പിച്ച ആക്ച്വൽ എനർജിയും ആ ടൈം പീരിയഡിൽ പ്രസ്തുത പവർ സ്റ്റേഷന് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമായിരുന്ന മാക്സിമം എനർജിയും തമ്മിലുള്ള റേഷ്യോവിന് പറയുന്ന പേരാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. The plant capacity factor is an indication of the reserve capacity of the plant. A power station has some reserve capacity to meet the increased load demand in future. Therefore, the installed capacity of the plant is always greater than the maximum demand on the plant. Reserve capacity equal to plant capacity minus maximum demand. അതായത് ഒരു പവർ സ്റ്റേഷൻ്റെ പ്ലാന്റ് കപ്പാസിറ്റിയേക്കാളും എപ്പോഴും കുറവായിരിക്കും മാക്സിമം ഡിമാൻഡ്. ഈ പ്ലാന്റ് കപ്പാസിറ്റിയിൽ നിന്നും മാക്സിമം ഡിമാൻഡ് കുറച്ചാൽ കിട്ടുന്നതാണ് റിസർവ് കപ്പാസിറ്റി. അതായത് പ്ലാന്റിന് അഡീഷണലായിട്ട് ലോഡ് താങ്ങാനുള്ള കഴിവാണ് റിസർവ് കപ്പാസിറ്റി. നെക്സ്റ്റ്, പ്ലാന്റ് യൂസ് ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് KWH generated to the product of plant capacity and the number of hours for which the plant was in operation. അതായത് പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പവർ സ്റ്റേഷൻ ഔട്ട്പുട്ടിനെ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ഹവേഴ്സ് ഓഫ് യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ. സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ഹവേഴ്സ് ഓഫ് യൂസ്. ഇതാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ. ഇനി നമുക്ക് ലോഡ് ഫാക്ടറും ആവറേജ് ലോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പവർ സ്റ്റേഷനിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് കണക്കാക്കുക എന്ന് നോക്കാം. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ആവറേജ് ലോഡിനെ മാക്സിമം ഡിമാൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ലോഡ് ഫാക്ടർ. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ. നേരത്തെ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടും. ആവറേജ് ലോഡ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ. യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം ഈക്വൽ ടു ആവറേജ് ലോഡ് ഇൻ കിലോവാട്ട് ഇൻറ്റു ഹവേഴ്സ് ഇൻ എ ഇയർ. ആവറേജ് ലോഡിനെ ഒരു വർഷത്തിലുള്ള ഹവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ആ വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഇൻ കിലോവാട്ട് ഇൻറ്റു ലോഡ് ഫാക്ടർ ഇൻറ്റു 8760. 8760 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലുള്ള നമ്പർ ഓഫ് ഹവേഴ്സ്. അതായിരിക്കും ആ വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച നമ്പർ ഓഫ് യൂണിറ്റ്. ഇപ്പം നമ്മൾ താരിഫിനെ കുറിച്ച് പറഞ്ഞു, കണക്റ്റഡ് ലോഡിനെ കുറിച്ച് പറഞ്ഞു, ലോഡ് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞു, മാക്സിമം ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ആവറേജ് ലോഡിനെ കുറിച്ചെല്ലാം പറഞ്ഞു. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ടു എ കൺസ്യൂമർ ഈസ് കാൾഡ് താരിഫ്. പല ടൈപ്പ് താരിഫ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ കണക്റ്റഡ് ലോഡ് ഉണ്ടായിരിക്കും. അതേപോലെ കണക്റ്റഡ് ലോഡ് ടു പവർ സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ലോഡ് ഫാക്ടർ പറഞ്ഞു. ലോഡ് ഫാക്ടർ പറഞ്ഞാൽ ആവറേജ് ലോഡ് മാക്സിമം ഡിമാൻഡ് തമ്മിലുള്ള റേഷ്യോ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു.